അപ്പൊ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്, നെല്ലിയാമ്പതിക്കാണ് പോണത്. ബാക്കി വിശേഷം നമ്മൾ പോകും വഴി കാണാം. 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ ലഗേജ് ഒക്കെ ഏറ്റെടുത്ത് വണ്ടിയിലേക്ക് വെക്കുകയാണ്. നമ്മൾ മാത്രമല്ല പോണത്, നമ്മൾ കാറിലല്ല കേട്ടോ പോണത്. നമ്മളിപ്പോ ഇവിടെ നിന്ന് പൂഞ്ചിറയ്ക്ക് പോയിട്ട് അവിടെ നിന്ന് ട്രാവലറിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാനായിട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഫാമിലി ട്രിപ്പ് പോണത്. ഇവിടെ നിന്ന് നമ്മൾക്കിപ്പോ അനിയന്മാരും അവരുടെ ഫാമിലിയും പെങ്ങന്മാരൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. ചെറിയൊരു മഴയ്ക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട്. നന്നായിട്ട് മേഘമൊക്കെ ഇരുണ്ട് കൂടിയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറിയതേ പോവാണ് കേട്ടാ. ഒരുമിച്ചൊരു ട്രിപ്പ് പോണതിന്റെ ഒരു ത്രില്ല് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. നമ്മളെപ്പോഴും ഈ വണ്ടിയിൽ കാറിലൊക്കെ പോകുമ്പോ തിങ്ങിക്കൂടി ഇരുന്ന് അതിലൊന്നും സന്തോഷമില്ല. അത് ഇതുപോലെയൊക്കെ പോയി എൻജോയ് ചെയ്താലാണ് നമുക്ക് ശരിക്കും നമ്മൾ ഹാപ്പി ആവുള്ളൂ കേട്ടാ. എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് നല്ല ഡാൻസ് ഒക്കെ കളിച്ച് നല്ല ചിരിച്ച് കളിച്ച് അങ്ങനെ പോകുമ്പോ അതൊരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പകുതിക്ക് എത്തിയപ്പോ ഫുഡ് കഴിക്കാൻ കയറിയതാണ് കേട്ടാ. പിടിച്ചോണ്ടാ വരുമ്പോട്ടാ എനിക്ക് മീൻകറി വേണ്ട. നിമിഷയ്ക്ക് മീൻകറി എടുക്കാം. നമ്മൾ അങ്ങനെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് വണ്ടിയിൽ വീണ്ടും കയറി. നമ്മൾ പോത്തുണ്ടി ഡാം വഴിയാണ് കേട്ടോ പോണത്. നെന്മാറയിൽ നിന്ന് പോത്തുണ്ടി വഴിയാണ് നമ്മൾ നെല്ലിയാമ്പതിക്ക് പോണത് കേട്ടാ. വലിയ കാര്യമായിട്ട് വഴി പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. നമ്മൾ ഇതിനു മുമ്പ് നെല്ലിയാമ്പതിക്കും പോയിട്ടുണ്ട്, പോത്തുണ്ടി ഡാമും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പോത്തുണ്ടി ഡാമിൽ പിന്നെ ഇറങ്ങിയില്ല കേട്ടോ. നമ്മൾ അവിടെ വെറുതെ നമ്മുടെ സമയം കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് കാരണം നമ്മൾ നേരെ നെല്ലിയാമ്പതിക്കാണ് പോയത് കേട്ടാ. നമ്മൾ ചുരം കയറി ചെല്ലുമ്പോ നെല്ലിയാമ്പതിയിലത്തെ ആദ്യത്തെ വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ ഒരുപാട് പേര് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് പോവാറുള്ളത്. നമ്മളിത് ഒരുപാട് പ്ലാൻ ചെയ്തൊരു ട്രിപ്പ് ഒന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തീരുമാനിച്ചൊരു ട്രിപ്പാണ്. നമ്മളുടെ ഷാമോന്റെ ചക്കരയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾ അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. പെട്ടെന്ന് എടുത്ത തീരുമാനമാണെങ്കിലും നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല, അറിവില്ലായ്മയാണോ നിങ്ങളെ, നമുക്കിപ്പോ തിരുത്താൻ പറ്റൂ. നമ്മളിത് നെല്ലിയാമ്പതിയിൽ എത്തി. പക്ഷെ നമുക്ക് ഇനി റിസോർട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മളുടെ ട്രാവലറിൽ പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ 2 ജീപ്പിലായിട്ടാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോണത്. നമ്മൾ എടുത്തിട്ടുള്ള റിസോർട്ടിന്റെ പേര് കൈലാസ എസ്റ്റേറ്റ് എന്നാണ് കേട്ടാ. നമ്മളെടുത്ത റിസോർട്ട് എനിക്ക് എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. 3-4 ബെഡ്റൂമും ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ല പൂളൊക്കെ ഉള്ള നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ. നമ്മുടെ നെല്ലിയാമ്പതിയിലെ ഏറ്റവും നല്ല ബെസ്റ്റ് റിസോർട്ടുകളിലൊന്നാണ് കൈലാസ എസ്റ്റേറ്റിന്റെ റിസോർട്ട്. നമ്മളുടെ ഈ തിരക്ക് പിടിച്ചിട്ടുള്ള ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ മറന്നു പോകാറുണ്ട്. നമ്മളുടെ മനസ്സൊന്ന് കൂളാവാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ചായ ഞാൻ കുടിക്കില്ല.
നമ്മൾ 5 മണി വരുമ്പോ വരണ്ടേ? ഇവിടെ വന്നിരിക്കാൻ അവരോട് പറഞ്ഞു, ഇവിടെ വന്നിരിക്കാൻ, ഇവിടെ വന്നിരിക്കണമെന്ന് പറഞ്ഞു. എന്തോരം വിളിച്ചു, 3 പ്രാവശ്യം. കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവര് വരെ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തൊരു ട്രിപ്പാണ് കേട്ടാ. വെള്ളത്തിന് നല്ല തണവൊക്കെ ആയിരുന്നെങ്കിലും എല്ലാവരും ആദ്യമൊക്കെ ഒന്ന് മടിച്ച് ഇറങ്ങാനായിട്ട്, എന്നാലും പിന്നെ ബാക്കി എല്ലാവരും ഇറങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇറങ്ങി. നമ്മളുടെ ഈ യാത്രയ്ക്ക് ചെറിയൊരു പ്രത്യേകത കൂടി ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഷാമോന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മൾക്ക് അതൊന്ന് ആഘോഷിക്കണം. അപ്പൊ ഫുഡൊക്കെ കഴിച്ച് രാത്രി കേക്കൊക്കെ മുറിച്ചൊന്ന് ആഘോഷിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ചെറുതായിട്ട് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് കേട്ടാ. പന്നി വരുന്നുണ്ട്. നമ്മളുടെ റിസോർട്ടിലെ ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് ഓർഡർ കൊടുക്കുമ്പോൾ നമ്മളുടെ ആവശ്യത്തിന് ഓർഡർ കൊടുക്കണം. പിന്നീട് രണ്ടാമത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. ആ കറക്റ്റ് ഫുഡാണ് അവർ തരുവുള്ളൂ. കുഞ്ഞാവനെ കാണാനില്ലല്ലോ. അതന്നെ. നമ്മളുടെ ചക്കരയുടെ ബർത്ത്ഡേ ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ട്രിപ്പിന്റെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറൊരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോ ഇടുന്നത് വരെ എല്ലാവർക്കും ബൈ.